എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം. ലങ്കയിലെ അശോകവനികയിൽ സീതാദേവിക്ക് മനോധൈര്യം നൽകിയ രണ്ട് രാക്ഷസിമാരാണ് സരമയും ത്രിജടയും. ഇതിൽ സരമ വിഭീഷണൻ്റെ ഭാര്യയും ത്രിജട പുത്രിയുമാണ്. അഴകിയ രാവണനായി അശോകവനികയിൽ വന്ന് രാമനെ കുറ്റം പറഞ്ഞ രാവണനോട് സീത രാമനാൽ നിന്റെ അന്ത്യമുണ്ടാകുമെന്നും മറ്റും പറഞ്ഞ് വളരെ അധിക്ഷേപിക്കുന്നു. ഇത് കേട്ട് രാവണൻ 2 മാസം കൊണ്ട് സീതയെ പറഞ്ഞ് മനസ്സിലാക്കി സീതയുടെ മനസ്സിൽ രാവണന് അനുകൂലമാക്കണമെന്ന് സീതയുടെ മനസ്സ് രാവണന് അനുകൂലമാക്കണമെന്ന് പറഞ്ഞ് രാക്ഷസികളോട് പറഞ്ഞ് അശോകവനികയിൽ നിന്ന് പോകുന്നു. അങ്ങനെ രാക്ഷസികളുടെ പരുഷവചനങ്ങൾ കേട്ട സീത ആത്മാവ് തകർന്നിരിക്കുമ്പോൾ സീതയുടെ നേരെ കരുണയും സ്നേഹവും കാണിക്കുന്നത് ഈ ത്രിജടയാണ്, വിഭീഷണപുത്രി. ആ ത്രിജട പറയാണ്, താൻ ഇന്നലെ ഒരു ഭയങ്കര സ്വപ്നം കണ്ടുവെന്നും അത് രാമനും ലക്ഷ്മണനും ഒരു ഐരാവതത്തിൻ്റെ മുകളിൽ വന്ന് രാവണനെ നിഗ്രഹിക്കുകയും ലങ്കയെ മുഴുവൻ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞു. അതും പോരാതെ മാത്രമല്ല, രാവണൻ സഹോദരന്മാരോടും മക്കളോടും കൂടി ദേഹത്തെല്ലാം എണ്ണയും തേച്ച് രാമച്ചത്തിൻ്റെ മാലയുമിട്ട് ഒരു ചാണകക്കുഴിയിൽ ഇറങ്ങി, ചാണകവെള്ളം നിറച്ച ഒരു വെള്ളത്തിലിറങ്ങി അതൊക്കെ മേലെ ഒഴിച്ച് കുളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ലങ്കയുടെ അവസാനം ഈ രാമനീന്നാണെന്നാണ് അതിനർത്ഥം. അത് രാമൻ വരാനും പോകുന്നുണ്ട്, ഇപ്പോൾ ഇവരെയൊക്കെ ഉപദ്രവിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ, ലങ്കയുടെ നാശം കേട്ടപ്പോൾ ഈ രാക്ഷസിമാർക്ക് ഭയം ഉണ്ടാവുകയും അവർ പിന്നെ സീതയോട് അധികമൊന്നും ഉപദ്രവിക്കാതെ സംസാരിക്കാതെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സീതയെ രാക്ഷസികളിൽ നിന്നും രക്ഷിക്കുന്നത് ഈ ത്രിജടയാണ്. എല്ലാവർക്കും നമസ്കാരം.